ഇന്ത്യ അതിവേഗം വളരുന്നു. ആ വളർച്ചയ്ക്ക് പവർ ആവശ്യമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഊർജ്ജ ഡിമാൻഡ് പ്രതിവർഷം 6 മുതൽ 6.5% വരെ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഈ എനർജി തടസ്സമില്ലാതെ എത്തിക്കാൻ ശക്തമായ പവർ ഗ്രിഡ് ആവശ്യമാണ്. ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഉയരുന്നു, ഒപ്പം ഡേറ്റാ സെന്റർ എക്സ്പാൻഷനും സമാനമായ വേഗതയിലാണ് വളരുന്നത്. ഗ്ലോബലി നോക്കിയാൽ ട്രാൻസ്ഫോമേഴ്സിനും ഗ്രിഡ് എക്യുപ്മെന്റുകൾക്കും ആവശ്യം കൂടുതൽ, എന്നാൽ ഇതിന്റെ സപ്ലൈ കുറവാണ്. ഇന്ത്യയുടെ അടുത്ത വലിയ പവർ ക്യാപെക്സ് ഫേസിൽ മികച്ച സാധ്യതകളുള്ള പവർ ജനറേഷനും ട്രാൻസ്മിഷൻ എക്യുപ്മെന്റ്സും ഫോക്കസ് ചെയ്യുന്ന സീമെൻസ് എനർജി ഇന്ത്യ ലിമിറ്റഡ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കമ്പനി. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ലിമിറ്റഡിൽ നിന്ന് ഡിമർജ് ചെയ്ത എനർജി ബിസിനസ്സിൽ പ്രത്യേകം കമ്പനിയായി ലിസ്റ്റ് ചെയ്തതാണ് സീമെൻസ് എനർജി ഇന്ത്യ ലിമിറ്റഡ്. പവർ ജനറേഷൻ, പവർ ട്രാൻസ്മിഷൻ, ഇതിനാവശ്യമായ പ്രൊഡക്ട്സ്, പ്രോജക്ട്, സർവീസസ് എന്നിവയിലാണ് കമ്പനിയുടെ പ്രധാന ഫോക്കസ്. ഗ്യാസ് ടർബൈൻസ്, സ്റ്റീം ടർബൈൻസ്, ജനറേറ്റേഴ്സ് പോലുള്ള ഉൽപാദന ഉപകരണങ്ങൾ മുതൽ ട്രാൻസ്ഫോമേഴ്സ്, റിയാക്ടേഴ്സ്, സ്വിച്ച് ഗിയർ, HVDC പോലുള്ള ഉയർന്ന വോൾട്ടേജ് ട്രാൻസ്മിഷൻ സൊല്യൂഷൻസ് വരെ എനർജി സെക്ടറിന് ആവശ്യമായ എല്ലാ പ്രധാന എക്യുപ്മെന്റ്സും ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്നു. വലിയ പ്രോജക്ട്സ് നടപ്പാക്കുന്നതും പഴയ സംവിധാനങ്ങളുടെ മെയിന്റനൻസ്, തുടർച്ചയായ സേവനങ്ങൾ എന്നിവ ഈ കമ്പനി കൈകാര്യം ചെയ്യുന്നു. പവർ സെക്ടറിൽ ഇൻസ്റ്റാളേഷൻ മുതൽ മെയിന്റനൻസ്, ഡിജിറ്റൽ സപ്പോർട്ട് വരെ ആവശ്യമായ എല്ലാ സേവനങ്ങളും സീമെൻസ് എനർജി ഇന്ത്യ നൽകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ പവർ പ്ലാന്റ് മുതൽ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് വരെ വൈദ്യുതി സംവിധാനത്തിന്റെ പ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് സീമെൻസ് എനർജി ഇന്ത്യ. ഈ കമ്പനിയുടെ ബിസിനസ് പ്രധാനമായും 2 സെഗ്മെന്റിലായാണ്: പവർ ട്രാൻസ്മിഷൻ, പവർ ജനറേഷൻ. പവർ ട്രാൻസ്മിഷൻ സെഗ്മെന്റിൽ നിന്നാണ് ഫിനാൻഷ്യൽ 2024 കമ്പനിയുടെ വരുമാനത്തിന്റെ 47% സംഭാവന ഉണ്ടായത്. ഈ വിഭാഗത്തിൽ ഹൈ വോൾട്ടേജ് എയർ ആൻഡ് ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയർ, 765 kV വരെ പവർ ട്രാൻസ്ഫോമേഴ്സ്, റിയാക്ടേഴ്സ്, ട്രാക്ഷൻ ട്രാൻസ്ഫോമേഴ്സ് എന്നിവ നിർമ്മിക്കുന്നു. അതോടൊപ്പം EPC സബ്സ്റ്റെയിൻ പ്രോജക്ട്സ്, FACT സിസ്റ്റംസ് അഥവാ ഫ്ലെക്സിബിൾ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം, HVDC, VSC പ്രോജക്ട്സ് അതായത് ഹൈ വോൾട്ടേജ് ഡയറക്ട് കറന്റ് വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ എന്നിവയും കമ്പനി നിർമ്മിക്കുന്നു. പവർ ജനറേഷൻ സെഗ്മെന്റിൽ നിന്നാണ് ഫിനാൻഷ്യൽ ഇയർ 2024 റവന്യൂവിന്റെ 53% എത്തിയത്. ഇവിടെ 250 മെഗാവാട്ട് വരെ ഇൻഡസ്ട്രിയൽ സ്റ്റീം ടർബൈൻസ് കമ്പനി നിർമ്മിക്കുന്നു. അതോടൊപ്പം 800 മെഗാവാട്ട് വരെ സ്റ്റീം, ഗ്യാസ് ടർബൈൻസ് എന്നിവയ്ക്ക് റെനോവേഷൻ, മോഡേണൈസേഷൻ, ദീർഘകാലത്തേക്കുള്ള സർവീസ് സപ്പോർട്ട് എന്നിവയും കമ്പനി നൽകുന്നു. അതായത് ട്രാൻസ്മിഷൻ ബിസിനസ്സിൽ ട്രാൻസ്ഫോമേഴ്സും ഹൈ വോൾട്ടേജ് എക്യുപ്മെന്റ്സുമാണ് പ്രധാന ശക്തി. ജനറേഷൻ ബിസിനസ്സിൽ ടർബൈൻസും ലോങ് ടേം സർവീസ് കോൺട്രാക്ട്സുമാണ് കമ്പനിയുടെ പ്രധാന വരുമാന മാർഗം. മാനേജ്മെന്റിന്റെ കണക്കുകൾ പ്രകാരം ട്രാൻസ്മിഷൻ സെഗ്മെന്റ് വേഗത്തിൽ വളരാനാണ് സാധ്യത. ഗ്രിഡ് എക്സ്പാൻഷനും HVDC പ്രോജക്ട്സും ഈ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുമെന്ന വിലയിരുത്തലുണ്ട്. രാജ്യത്ത് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഉയരുകയാണ്. നഗരങ്ങൾ വളരുന്നു, ഫാക്ടറി, ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ ഉയരുന്നു. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ പവർ ആവശ്യം ശക്തമാവുകയാണ്. സെക്ടർ എസ്റ്റിമേറ്റ്സ് പ്രകാരം ഫിനാൻഷ്യൽ ഇയർ 2032 പവർ ജനറേഷനും ട്രാൻസ്മിഷൻ കപ്പാസിറ്റിയും ഏകദേശം ഇരട്ടിയാകേണ്ട സാഹചര്യം. ഇന്ത്യ ലോകത്തിലെ ഏകദേശം 20% ഡേറ്റയും കൈകാര്യം ചെയ്യുന്നു. എന്നാൽ ഡേറ്റാ സെന്റർ കപ്പാസിറ്റിയിൽ ഇന്ത്യയുടെ പങ്ക് വെറും 3% മാത്രം. അതായത് വലിയ ക്യാച്ചപ്പ് ഫേസ് ഇപ്പോഴും മുന്നിലുണ്ട്. ഡേറ്റാ സെന്റേഴ്സ് വേഗത്തിൽ വളരുമ്പോൾ അവയ്ക്ക് വേണ്ട വൈദ്യുതി ആവശ്യം 2026 ലോകമെമ്പാടും ഇരട്ടിയാകുമെന്നാണ് കണക്കുകൾ. ഇന്ത്യയിൽ ഒരു ഡേറ്റാ സെന്റർ നിർമ്മിക്കുമ്പോൾ മൊത്തം ചെലവിന്റെ ഏകദേശം 30% പവർ എക്യുപ്മെന്റിലേക്കാണ് പോകുന്നത്. അതായത് സബ്സ്റ്റേഷൻസ്, ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയർ പോലുള്ള സംവിധാനങ്ങൾക്കായാണ് ഈ ചെലവ്. അതിനാൽ ഹൈ റിലയബിലിറ്റി ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയർ, ബാക്കപ്പ് ജനറേഷൻ സിസ്റ്റംസ് എന്നിവ ഹൈപ്പർ സ്കെയിൽ AI ക്യാമ്പസസിനും അഥവാ റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയൽ ഡിമാൻഡിനും ഒരുപോലെ നിർണായകമാണ്. ലാസ്റ്റ് മൈൽ ഡിസ്ട്രിബ്യൂഷൻ മുതൽ ദീർഘദൂര HVDC കോറിഡോർസ് വരെ ശക്തമായ പവർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ ഈ വളർച്ച സാധ്യമല്ലെന്ന് ഉറപ്പാണ്.
എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമേഴ്സ്, ജനറേറ്റേഴ്സ് എന്നിവയ്ക്ക് ഇത്ര പ്രാധാന്യം? വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ, അത് ശരിയായ വോൾട്ടേജിൽ ശരിയായ സ്ഥലത്ത് സുരക്ഷിതമായി എത്തിക്കണം. അതാണ് ട്രാൻസ്ഫോമേഴ്സ് ചെയ്യുന്നത്. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടി പവർ ഉയർന്ന വോൾട്ടേജിലേക്ക് മാറ്റുകയും വീടുകൾക്കും ഫാക്ടറികൾക്കും ഡേറ്റാ സെന്റേഴ്സിനും സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പവർ ലിമിറ്റ് ചെയ്യുന്നതും ട്രാൻസ്ഫോമേഴ്സ് ആണ്. വൈദ്യുതി നഷ്ടം കുറയ്ക്കാനും ഇവ നിർണായകമാണ്. AI ഡേറ്റാ സെന്റർ പോലുള്ള വലിയ സംവിധാനങ്ങളിൽ 24/7 പ്രവർത്തിക്കുന്ന സെർവേഴ്സിനും കൂളിംഗ് സിസ്റ്റത്തിനും ആവശ്യമായ പവർ നൽകുന്നത് സബ്സ്റ്റേഷൻസ് ആണ്. അവിടെയും മുഖ്യം ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഈ ജനറേഷൻ സൈഡ് നോക്കിയാൽ സ്റ്റീം ടർബൈൻസ്, ഗ്യാസ് ടർബൈൻസ്, ജനറേറ്റേഴ്സ് എന്നിവ റിന്യൂവബിൾ പവറിന്റെ മാറ്റങ്ങൾ ബാലൻസ് ചെയ്യുന്നു. മെറ്റൽസ്, സിമന്റ്സ്, കെമിക്കൽസ്, ഡേറ്റാ സെന്റേഴ്സ് പോലുള്ള മേഖലകൾക്ക് സ്ഥിരമായ പവർ സപ്ലൈ ഉറപ്പാക്കുന്നു. സീമെൻസ് എനർജിയുടെ പോർട്ട്ഫോളിയോയിൽ ഈ മുഴുവൻ മേഖലയും ഉൾക്കൊള്ളുന്നു. വലിയ പവർ ട്രാൻസ്ഫോമേഴ്സ്, റിയാക്ടേഴ്സ് മുതൽ സ്റ്റീം ടർബൈൻസ് വരെ, അതോടൊപ്പം വേസ്റ്റ് ഹീറ്റ് റിക്കവറി, ഗ്രീൻ ഹൈഡ്രജൻ പോലുള്ള ഡീകാർബണൈസേഷൻ സൊല്യൂഷൻസിലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫോമർ ഹൈ വോൾട്ടേജ് സ്വിച്ച് ഗിയർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി കമ്പനി മുന്നോട്ട് പോവുകയാണ്. 30,000 MVA ആയ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇരട്ടിയാക്കി 60,000 MVA ആയി ഉയർത്താനും പദ്ധതിയുണ്ട്. ലോകമെമ്പാടും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്യുപ്മെന്റുകൾക്ക് ഷോർട്ടേജ് ഉള്ള സാഹചര്യത്തിൽ ഇന്ത്യയിലും എക്സ്പോർട്ട് മാർക്കറ്റിലുമുള്ള ഈ വലിയ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനും സീമെൻസ് എനർജി തയ്യാറെടുക്കുകയാണ്. ഡീമർജറിന് ശേഷമുള്ള കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് പരിശോധിക്കാം. ഫിനാൻഷ്യൽ ഇയർ 2024 റവന്യൂ ഏകദേശം 4,760 കോടി രൂപയായിരുന്നു. ഫിനാൻഷ്യൽ ഇയർ 2025 ഇത് 60% കൂടുതലായി ഏകദേശം 7,827 കോടിയായി ഉയർന്നു. എബിഡ 859 കോടിയിൽ നിന്ന് 1,513 കോടിയായി വർദ്ധിച്ചു. ബെറ്റർ പ്രൊഡക്റ്റ് മിക്സും ചെലവ് നിയന്ത്രണവും ഇതിന് സഹായിച്ചു. അഡ്ജസ്റ്റഡ് പാറ്റ് 698 കോടി രൂപയിൽ നിന്ന് ഏകദേശം 1,100 കോടിയായി ഉയർന്നു. ഇത് ഹൈ 20s റേഞ്ചും ROEയും മിഡ് 20s ROCയും സൂചിപ്പിക്കുന്നു. കമ്പനിയുടെ ഓർഡർ ബുക്കും ശക്തമായി. ഫിനാൻഷ്യൽ ഇയർ 2023 ഏകദേശം 7,700 കോടിയായ ബാക്ക്ലോഗ് ഫിനാൻഷ്യൽ ഇയർ 2025 16,200 കോടിയായി ഉയർന്നു. വളർച്ച ഇരട്ടിക്ക് മുകളിലായിരുന്നു. ബുക്ക് ടു ബിൽ റേഷ്യോ ഫിനാൻഷ്യൽ 2024 റവന്യൂവിന്റെ 2.3 മുതൽ 2.5 മടങ്ങ് വരെ എത്തി. ഏറ്റവും പുതിയ എസ്റ്റിമേറ്റ്സ് പ്രകാരം 2026 ഫിനാൻഷ്യൽ ഇയർ തുടക്കത്തിൽ ഓർഡർ ബുക്ക് ഏകദേശം 17,600 കോടിയായി, ഏകദേശം 38% ഇയർ ഓൺ ഇയർ ഗ്രോത്ത്. ഈ ബാക്ക്ലോഗ് നടപ്പിലാകുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2025 മുതൽ 2028 വരെ റവന്യൂ ഏകദേശം 27% ആവറേജ് ആനുവൽ ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. അതേസമയം പാറ്റ് ഏകദേശം 32% ആവറേജ് ഇയർലി ഗ്രോത്ത് രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. സീമെൻസ് എനർജി ഇന്ത്യ നേരിടുന്നത് ചെറിയ കോമ്പറ്റീഷൻ അല്ല. ഹിറ്റാച്ചി എനർജി ഇന്ത്യയും ABBയും പോലുള്ള ഗ്ലോബൽ ജയന്റ്സ് ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. എന്നാൽ സീമെൻസ് എനർജി ഇന്ത്യയുടെ ശക്തി എന്താണ്? രാജ്യത്ത് HVDC കപ്പാസിറ്റി ഉള്ള കുറച്ച് കമ്പനികളിൽ ഒന്നാണ് ഈ കമ്പനി. സ്റ്റാർട്ട്കോം പ്രോജക്ട്സിൽ അടുത്ത കാലത്ത് ലഭിച്ച അവാർഡ്സിൽ പകുതിയോളം ഇവർക്കാണ്. പവർ ജനറേഷൻ മുതൽ ട്രാൻസ്മിഷൻ വരെ മുഴുവൻ കവർ ചെയ്യുന്ന വൈഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസും കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ട്. പിയേഴ്സ് ആയ ഹിറ്റാച്ചിയും ABBയും ട്രാൻസ്ഫോമർ ഗ്രിഡ് എക്യുപ്മെന്റ് കപ്പാസിറ്റി ലോകമെമ്പാടും വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മാർജിനെ ബാധിച്ചേക്കുമെന്ന റിസ്കുകളുമുണ്ട്. കമ്മോഡിറ്റി പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, പ്രൊജക്ട് എക്സിക്യൂഷൻ കോംപ്ലക്സിറ്റി, സപ്ലൈ ചെയിൻ ചലഞ്ചസ് എന്നിവയാണ് പ്രധാന റിസ്കുകൾ. എബിഡ മാർജിൻ ഇതിനകം 20 മുതൽ 21% വരെ റേഞ്ചിൽ എത്തി നിൽക്കുന്നു. സർവീസ് ഇൻകം ശക്തമാണ്. കമ്പനിക്ക് നെറ്റ് ക്യാഷ് ഉണ്ട്. അതുകൊണ്ട് പ്രഷർ വന്നാലും കമ്പനിക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്ന് വിലയിരുത്താം. സെഗ്മെന്റ് വൈസ് നോക്കിയാൽ റിസർച്ച് എസ്റ്റിമേറ്റ്സ് പ്രകാരം പവർ ട്രാൻസ്മിഷൻ ബിസിനസ്സിൽ അടുത്ത വർഷങ്ങളിൽ ശക്തമായ വളർച്ച കാണുമെന്നാണ് പ്രതീക്ഷ. 30% ഹൈ റേഞ്ചിൽ ആവറേജ് ഇയർലി ഗ്രോത്ത് ലഭിക്കാമെന്നും ഏകദേശം 21% എബിഡ മാർജിൻ നിലനിർത്താമെന്നും വിലയിരുത്തുന്നു. പവർ ജനറേഷൻ സെഗ്മെന്റ് അത്ര വേഗത്തിൽ അല്ലെങ്കിലും ഹൈ സിംഗിൾ മുതൽ ലോ ഡബിൾ ഡിജിറ്റ് വരെ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ സെഗ്മെന്റിൽ ഏകദേശം 17% മാർജിൻ പ്രതീക്ഷിക്കുന്നു.
ഇൻഡസ്ട്രിയൽ ടർബൈൻസ്, ന്യൂക്ലിയർ പ്രൊജക്ട്സ്, ഡേറ്റാ സെന്റേഴ്സിൽ നിന്നുള്ള ഗ്യാസ് ടർബൈൻ ഡിമാൻഡ് എന്നിവയാണ് പ്രധാന ഡ്രൈവേഴ്സ്. കൺസോളിഡേറ്റഡ് ലെവലിൽ ഫിനാൻഷ്യർ 2025 മുതൽ 2028 വരെ റവന്യൂ ഏകദേശം 7,827 കോടിയിൽ നിന്ന് 15,978 കോടിയായി ഉയരാമെന്നാണ് പ്രൊജക്ഷൻ. എക്സിക്യൂഷൻ ട്രാക്കിൽ തുടരുകയാണെങ്കിൽ അഡ്ജസ്റ്റഡ് പാറ്റ് 1,100 കോടിയിൽ നിന്ന് ഏകദേശം 2,544 കോടി രൂപയായി ഉയരും. ഇൻവെസ്റ്റേഴ്സിന് സീമെൻസ് എനർജി ഇന്ത്യ ഓഫർ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യയുടെ ഗ്രിഡ് എക്സ്പാൻഷനും AI ഡാറ്റാ സെന്റർ ഗ്രോത്തിനും നേരിട്ട് എക്സ്പോഷർ നൽകുന്ന ഒരു കമ്പനി. സ്ട്രോങ് സർവീസ് പോർട്ട്ഫോളിയോ മാർജിൻ സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന കമ്പനിയുടെ ഓർഡർ ബുക്കും തുടർച്ചയായി ഉയരുകയാണ്. അതായത് വരും വർഷങ്ങളിൽ റവന്യൂ വിസിബിലിറ്റി വ്യക്തമാണെന്ന് അർത്ഥം. 20% മുകളിൽ ഏർണിംഗ്സ് ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ റിസ്ക് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പ്രൊജക്ട് കോൺസെൻട്രേഷൻ, HVD, ട്രാൻസ്ഫോമർ മേഖലകളിലും ഹിറ്റാച്ചി എനർജി, ABBയും പോലുള്ള ശക്തമായ മത്സരം, കൂടാതെ എക്സിക്യൂഷൻ ഡിലേസ് അല്ലെങ്കിൽ പോളിസി ഡിലേസ്, ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. എന്നാൽ ഇന്ത്യയുടെ പവർ ക്യാപെക്സും ഡേറ്റാ സെന്റർ ഇൻവെസ്റ്റ്മെന്റ് വേവും പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോയാൽ സീമെൻസ് എനർജി ഇന്ത്യ എനർജി വാല്യൂ ചെയിനിൽ സിസ്റ്റം ക്രിട്ടിക്കലായ, ഫിനാൻഷ്യലി സ്ട്രോങ് ആയ ഒരു പ്രധാന പ്ലെയറായി തുടരുമെന്നാണ് ഇൻവെസ്റ്റേഴ്സിന് മുന്നിലുള്ള വലിയ സാധ്യത. ഓർക്കുക, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ അല്ല. ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയുള്ള അനാലിസിസ് ആണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു സെബി രജിസ്ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ നിർദ്ദേശം തേടുക. ഇതുപോലെ പൊട്ടൻഷ്യലുള്ള മറ്റൊരു കമ്പനിയുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.